നമ്മുടെ പുഴയുടെ അക്കരെ പള്ളിയാണ് കേട്ടോ. അവിടെ മറ്റേ റാസയെന്ന് പറഞ്ഞിട്ടൊരു സംഭവം പോയിട്ട് അവിടെ ചെന്ന് ഭയങ്കര പടക്കമൊക്കെ പൊട്ടിച്ച് വെടിക്കെട്ടൊക്കെ നല്ല രസമാണ് ആ പടക്കമൊക്കെ പൊട്ടണ കാണാൻ വേണ്ടിയിട്ട്. പള്ളിപ്പെരുന്നാളിൻ്റെ വെടിക്കെട്ട് കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് നമുക്കിന്നൊരു അടിപൊളി ലോട്ടറിയാണ് കൊട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ, കിച്ചു അതിനെ കണ്ടേ. വാ റോട്ടി കൊണ്ടുപോകാം. അടിപൊളി. നമ്മുടെ വല മൊത്തം തകർന്നെങ്കിലും മീൻ കയറണുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ വലിയ മീനൊക്കെ കയറി നമ്മുടെ വല മൊത്തം തകർന്ന് തരിപ്പണാക്കിയിട്ടേക്കുവാണേ. ദേ ഇങ്ങോട്ട് കാണിച്ചേ. ഇത് കണ്ടോ, കമ്പല്ലോ, നമ്മുടെ വലയുടെ കമ്പല്ലോ ഒടിഞ്ഞു കിടക്കുവാ. അത് എന്നാലും കുറെ പേരൊക്കെ ഇല്ലേ നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടണമാണോ, നിങ്ങൾ വാങ്ങിച്ചോണ്ട് ഇടുന്നതാണ്, ജീവനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. അല്ല കേട്ടോ, എല്ലാ മീനും നമ്മുടെ ഈ കൂടിനകത്ത് കിട്ടിയിട്ടുള്ളതാണേ. ദേ ഇങ്ങനെ പിടിച്ചിട്ടുള്ള മീനിൻ്റെ വീഡിയോ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ എല്ലാ ദിവസവും നമുക്ക് വലിയ മീനൊന്നും കിട്ടാറില്ല. ചില ദിവസം ആമ മാത്രമേ കിട്ടാറുള്ളൂ, ചിലപ്പോൾ പള്ളത്തിൽ മാത്രമേ കിട്ടാറുള്ളൂ. കാറിൻ്റെ വെട്ടത്തിലും ടോർച്ചിൻ്റെ വെട്ടത്തിലും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കണേ. നമ്മുടെ എല്ലാ മീനും നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ വീഡിയോ എടുത്തിട്ട് ഇടുക ചെയ്യാറുള്ളത്. നമ്മുടെ വലയിലൊക്കെ കയറി ഈ കമ്പയിലൊക്കെ ഇടിച്ചിട്ട് അതിന് പരിക്കൊക്കെ പറ്റുമ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ വെച്ചാൽ അത് ചത്തുപോയാലോ. അതുകൊണ്ടിട്ട് നമ്മളിതേ രാത്രി തന്നെ ഷൂട്ട് ചെയ്ത് ഇടുവാണ്. ഇതിങ്ങനെ ഫോണാണോ എനിക്ക് നാടൻ വരാലാണ് കേട്ടോ. ശരിക്കും ഇത്രയും വലിയ നാടൻ വരാലിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കണ്ടോ, ഇത് ഞാനിങ്ങനെ പിടിക്കുമ്പോഴേ മീനിങ്ങനെ ശരിക്കും ചാടുന്നതാണ് കേട്ടോ. എനിക്ക് പേടിയാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മീനൊക്കെ ഇങ്ങനെ പിടിക്കണത് കേട്ടോ. സൈസ് നോക്കിക്കേ, ഇത്ര ഉണ്ട് കേട്ടോ. നമ്മളാ ഇത് ഞാൻ എങ്ങാണ്ടിരിക്കണുണ്ട് ഇപ്പോൾ, അനുസരണയുള്ള വരാല. എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ടേ വരാല് അനുസരണയോടെ ഇരിക്കണം കണ്ട. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇരിക്കാറില്ല സാറ്. സാധാരണ ഇല്ലേ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്, എനിക്ക് അത്ര ധൈര്യമുള്ള ആളൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മീൻ പിടിക്കുമ്പോഴൊക്കെ എല്ലാം ചാടി ചാടി താഴോട്ട് പോണത്. പക്ഷെ ഇവൻ എന്താണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് വേണ്ടി മാക്സിമം സഹകരിക്കണ ഒരു മീനാണ്. ഇത് കണ്ടോ, പാവം. അയ്യോ, ഇത്ര നേരം അനുസരണമുള്ള മീനായിരുന്നു. ഞാൻ പറഞ്ഞതിൽ പിന്നെ അനുസരണം പോയെന്നാ തോന്നണേ. പള്ളിപ്പെരുന്നാള്, ഈ പള്ളിപ്പെരുന്നാള് വെടിക്കെട്ടാ. നമ്മുടെ പുഴയുടെ അക്കരെ പള്ളിയാണേ, അവിടെ പള്ളിപ്പെരുന്നാളാ. ഇത് വെടിക്കെട്ട് കാണാനായിട്ട് ഇറങ്ങിയതാ ഞാനും കിച്ചും കൂടിയിട്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് മാറാത്തൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ ഈ വെടിക്കെട്ട് അങ്ങ് തുടങ്ങിക്കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരൊറ്റ ഓട്ടം ഓടും നമ്മുടെ ഈ പുഴയരികിലോട്ടെ. ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് വെടിക്കെട്ട് തീർന്നു കഴിയുമ്പോഴേ എനിക്ക് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. നമുക്ക് വേണ്ട കേക്ക് കൊടുക്കാം. കിയാമയുടെ സന്തോഷമായോ? സന്തോഷം. മോളിതാ വേട്ടയാടി മീനുമായിട്ട് വന്നിരിക്കും. സന്തോഷമായിട്ട്. ടാറ്റാ.